എല്ലാവർക്കും നമസ്കാരം. വാവാസ് മീഡിയാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ ഷാർജയിലേക്ക് പോകണം. അപ്പോൾ ഷാർജയ്ക്ക് പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണി 8 മണി ആ സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് പെട്ടുപോയി. 1 മണിക്കൂറായിട്ട് തികച്ചൊരു 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടില്ല. അത്രയും ബ്ലോക്കാണ്, അത്രയും ട്രാഫിക്കിലിങ്ങനെ കുടുങ്ങിയിട്ട് ആകെ പെട്ടുപോയി. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏതായാലും ഞാനിവിടെ കിടന്ന് ഇതാവണം. അപ്പോൾ ഒരു വീഡിയോ ആണ് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയ വീഡിയോ കേട്ടോ, വലിയ വീഡിയോ നല്ല ചെറിയ വീഡിയോ ആണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ട്രാഫിക്ക് പെട്ടിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ഈ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടാവും. ദുബായിൽ നിന്നും ഷാർജയിലേക്ക് പോകുന്ന റോഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡാണ്. ഈ റോഡിൽ ഇത്രയും ട്രാഫിക് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത് ദുബായിലും താമസിക്കുന്നത് ഷാർജയിലുമാണ്. അതായത് ദുബായിൽ താമസിക്കാൻ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഷാർജയിലാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നത്. അത് കൂടുതലും ഈ ഫാമിലി ആയിട്ട് താമസിക്കുന്നവർക്ക് അവിടെ റെൻറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളും ഫാമിലി പരമായിട്ട് താമസിക്കുന്ന, ഫാമിലിയോട് കൂടി താമസിക്കുന്ന ആളുകൾ കൂടുതലും ഷാർജയിലും അജ്മാനിലും ഒക്കെയാണ് റൂം എടുക്കുന്നത്. അപ്പോൾ അവർ ജോലി കഴിഞ്ഞ് പോകുന്ന ഒരു തിരക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ മറ്റുള്ള ഡ്യൂട്ടിയിൽ പെട്ടിട്ട് പിന്നെ പോലെയൊക്കെ ഒരു ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകൾ ഒരുപാട് ഡ്രൈവേഴ്സ് ഉണ്ട്. ഇങ്ങനെ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ കൂടി, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 1, 2, 3 മണിക്കൂറാണ് നമ്മൾ ഈ ട്രാഫിക്കിൽ പെട്ടിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഒരു ലാഭം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റൂം എടുക്കുന്നതുകൊണ്ട് ലാഭമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതറിയില്ല. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ നമ്മളെപ്പോലുള്ള ഡ്രൈവേഴ്സ്, ഡ്യൂട്ടിക്ക് പോകുന്നവർ, അവരൊക്കെ ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഇത്രയും ബ്ലോക്കുകളൊക്കെ താണ്ടി വേണം നമ്മളെ ഡ്യൂട്ടി നമുക്ക് നിർവഹിക്കാൻ. അപ്പോൾ ഡ്രൈവർമാർക്ക് സുഖമാണെന്ന് പറയുന്നവർ ഈ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡ്രൈവർമാർക്ക് സുഖം ആയിട്ട് അവർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ദുബായിൻ്റെ ട്രാഫിക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസത്തെ കാഴ്ചയല്ല കേട്ടോ, ഇത് ഡെയിലി ഇതുപോലെ തന്നെയാണ്. അതായത് വീക്കെൻഡ് അല്ലാത്ത മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ തന്നെയാണ് ട്രാഫിക്ക് അനുഭവപ്പെടാറുള്ളത്. ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അതായത് വൈകുന്നേരങ്ങളിലാണ് ഈ ട്രാഫിക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണി ആ സമയത്തൊക്കെ ഈ ട്രാഫിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും രാത്രി ഒരു 9 മണി 10 മണി വരെ ഈ ട്രാഫിക്ക് ഉണ്ടാവും. പിന്നെ അതിങ്ങനെ കുറഞ്ഞ് വരലാണ്. അപ്പോൾ പിന്നെ ചില സമയങ്ങളിൽ അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ട്രാഫിക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് 6 ട്രാക്ക് ഉണ്ട് ഈ റോഡിന്. എന്നിട്ടും ഇത്രയും ട്രാഫിക്കാണ്. അപ്പോൾ അത്രത്തോളം ആളുകൾ ഷാർജയിലും അജ്മാനിലും താമസിക്കുന്നുണ്ട്. ഈ ദുബായിൽ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത്രയും എന്താ പറയുക, റൂമിന് റെൻറ്റ് കുറവായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിലും ഇത്രയും ട്രാഫിക്ക് താണ്ടിയാണെന്നുണ്ടെങ്കിലും ആളുകൾ പിന്നെ അജ്മാനിലേക്കും ഷാർജയിലേക്കൊക്കെ താമസിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാർജയിലേക്ക് പോകുന്നത് ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാർജയിലേക്ക് പോകുന്നത്. നമ്മളെ അറബിത്തള്ള ഒരു സാധനം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടി പോകണം. എനിക്കറിയാം ട്രാഫിക് ഉണ്ടാവുന്നുള്ളത്. കാരണം ഈ സമയത്ത് ട്രാഫിക് ഉണ്ടാവുന്നുള്ളത് എനിക്കും അറിയാം, അവർക്കും അറിയാം. പക്ഷേ അവർക്ക് ആ സാധനം ഇന്ന് തന്നെ എടുത്തു കൊണ്ടുവരേണ്ട നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ സമയത്ത് പോകുന്നത്. അപ്പോൾ ഇത് ട്രാഫിക് കണ്ടപ്പോൾ അത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ, ഞാൻ 7 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂറോളം ഞാനിപ്പോൾ ഈ ട്രാഫിക്കിൽ പെട്ടുപോയി. അതായത് ഈ 1 മണിക്കൂർ കൊണ്ട് ഞാനൊരു 1/2 കിലോമീറ്റർ പോലും എൻ്റെ വണ്ടി മൂവ് ചെയ്തിട്ടില്ല. അത്രയും സ്ലോ ആയിട്ടാണ് വണ്ടി പല ഭാഗത്തും ഇങ്ങനെ കുറേ നേരം നിർത്തിയിട്ട് ഇടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ട്രാഫിക്കിൽ ഉള്ളത്. ചില സമയത്ത് മൂവ് ആവും, ചില സമയത്ത് നമ്മളിങ്ങനെ കെടുക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞാൽ ഡെയിലി പോകുന്നവർക്ക് ചിലപ്പോൾ അത് അത്ര ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത്രയും ഒരു ലാഭം ഈ പോക്കിലൂടെ അവർക്ക് ഉണ്ടായിരിക്കണം. കാരണം ശരിക്ക് ചില ഭാഗങ്ങളിൽ നമ്മളെ വണ്ടി അത്രയും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അത്രയും നിർത്തിയിട്ട് 0-യിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 0-യിൽ. കാരണം വണ്ടി മൂവ് ആവാതെ പല സമയങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, എൻ്റെ മീറ്റർ നോക്കിക്കോളി. എൻ്റെ മീറ്ററിൽ 0-യിലാണ് കിടക്കുന്നത് കേട്ടോ, 0-യിലാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും വണ്ടി മൂവ് ആവുന്നില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ചില ഭാഗങ്ങളിൽ വണ്ടി മൂവ് ആവുന്നുണ്ട് കേട്ടോ, ചില ഭാഗങ്ങളിൽ മാത്രം വണ്ടി മൂവായി പോകുന്നുണ്ട്. ഞാൻ 7:30 മണിക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ നമ്മളെ ക്ലോക്കിൽ 8:30 മണിയായി. അപ്പോൾ 1 മണിക്കൂറായിട്ട് 1 മണിക്കൂറിൽ ഞാൻ 1/2 കിലോമീറ്റർ പോലും സഞ്ചരിച്ചിട്ടില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവരും സുഖമായിട്ട് എല്ലാവരും അവരുടെ റൂമിലൊക്കെ എത്തട്ടെ. ഷാർജയിലേക്കാണ് ഞാനും പോകുന്നത്. ഞാനും ഇപ്പോൾ ട്രാഫിക് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ട് അവിടെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മക്കളെ, 10 മണികളെ ട്രാഫിക് ഒന്ന് ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഇങ്ങനെ മൂവായി തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ലാതെ മൂവായിട്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് അവിടെ ഓക്കെ. ഈ മാളിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നമ്മളിങ്ങനെ കറങ്ങി പോയി നോക്കാം. ഉള്ളിലേക്ക് നമ്മൾ സാധനം മേടിച്ചിട്ടാണ് സാധനം കേട്ടോ. ഈ സാധനം എടുക്കാനാണ് വന്നത്. ഇത്രയും ട്രാഫിക്കായിട്ട് ഈ സാധനം എടുക്കാൻ ഒരു കടയിൽ പോയില്ലേ, ആ കടയിൽ നിന്നാണ് ഇപ്പോൾ ഈ സാധനം എടുത്തത്. സ്പ്രേ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ വണ്ടി മാറിയിരിക്കും കേട്ടോ. വണ്ടി ഇപ്പോൾ ആ വണ്ടിയില്ല, വേറെ വണ്ടിയാണ് അല്ലേ. അപ്പം ഇനി സാധനം വണ്ടി വെക്കുക, നേരെ വീട്ടിൽ പോവാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവരോടും ഒരുപാട് കടപ്പാട്. ഓക്കെ, തുടർന്ന് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.